ശ്രീഹരയേ നമഃ. സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. നമസ്കാരം. ശ്രീമദ് ഭാഗവതം 8-ാം സ്കന്ധത്തിലെ ആദ്യത്തെ കഥാഭാഗമായിട്ടുള്ള ഗജേന്ദ്രമോക്ഷം ആണ് നാം ഇപ്പോൾ അനുസ്മരിക്കുന്നത്. 8-ാം സ്കന്ധം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ സ്വയംഭുവമനു തന്റെ പത്നിയായിട്ടുള്ള ശതരൂപയോടുകൂടി തപസ്സിനായിട്ട് വനത്തിൽ പോയി എന്ന് വർണ്ണിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ അധ്യായം തുടങ്ങിയിട്ടുള്ളത്. സുനന്ദാ നദിയുടെ തീരത്ത് വളരെ കാലം തപസ് ചെയ്ത് ആ തപസ്സിൽ നിന്നും അദ്ദേഹത്തിനുണ്ടാവുന്നതായ ആ ഒരു ജ്ഞാനം, പ്രകാശിക്കുന്നതായ ജ്ഞാനം, ലോകം എപ്രകാരമാണ് ചൈതന്യവത്തായിരിക്കുന്നത്, അത് ആത്മാവിന്റെ സത്ത കൊണ്ടാണ് ചൈതന്യവത്തായിരിക്കുന്നത്. ലോകം മുഴുവനും നിദ്രയിലായിരിക്കുമ്പോഴും ആ ചൈതന്യം ഉണർന്നു തന്നെ ഇരിക്കുന്നു. ലോകം അതിനെ അറിയുന്നില്ല, എന്നാൽ അത് ലോകത്തെ അറിയുകയും ചെയ്യുന്നു. എന്നെല്ലാം അദ്ദേഹത്തിന് അനുഭവമാവുകയാണ്. ഇപ്രകാരം തപസ് അനുഷ്ഠിച്ചതായിട്ടുള്ള സ്വയംഭുവമനുവിനെ ആക്രമിക്കാനായി, അദ്ദേഹത്തിനെ ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ടാണ് രാക്ഷസന്മാർ അദ്ദേഹം തപസ് ചെയ്യുന്നതായ ആ വനത്തിലേക്ക് എത്തിച്ചേരുകയും ഈ രാക്ഷസന്മാരുടെ ഉദ്ദേശം അറിഞ്ഞ യജ്ഞമൂർത്തി അവിടെ ആവിർഭവിക്കുകയും അവരെയെല്ലാം നിഗ്രഹിച്ചു. അങ്ങനെ സ്വയംഭുവമനുവിനെ വർണ്ണിച്ചുകൊണ്ട് പിന്നീട് അടുത്ത മനുവിനെ കുറിച്ച് പറയുകയാണ്. 2-ാമത്തെ മനു സരോജിഷൻ, 3-ാമതായിട്ട് പ്രിയവ്രതപുത്രനായിട്ടുള്ള ഉത്തമനാണ് മനുവായി വരുന്നത്. ഈ 3-ാമത്തെ മനുവിന്റെ കാലം മന്വന്തരത്തിൽ ഭഗവാൻ ധർമ്മപത്നിയായിട്ടുള്ള സുനൃതയിൽ സത്യസേനൻ എന്ന പേരിൽ അവതരിച്ചു. നാലാമത്തെ മനു താമസൻ, ആ മന്വന്തരത്തിലാണ് ഹരിമേധസിന്റെ പത്നിയായിട്ടുള്ള ഹരിണിയിൽ ഭഗവാൻ ഹരി എന്ന പേരിൽ അവതരിച്ചത്. ഈ ഹരി ആയിട്ട് അവതരിച്ച ഭഗവാനാണ് ഗജേന്ദ്രനെ മുതലയുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചത്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് 1-ാമത്തെ അധ്യായം 8-ാം പൂർത്തിയാക്കുന്നത്. അപ്പോൾ കഥ കേൾക്കുന്നതായ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ് ശ്രീശുക ബ്രഹ്മർഷിയോട്, ബാദരായണ ഏതത്തെ ശ്രോതുമിച്ഛാമഹേ വയം ഹരിയഥാ ഗജപതിം ഗ്രാഹഗ്രസ്തമോ മുചൽ.
മുതലയുടെ പിടിയിൽപ്പെട്ട ഗജേന്ദ്രനെ ഭഗവാൻ മോചിപ്പിച്ച ചരിത്രം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിന് മറുപടിയായിക്കൊണ്ടാണ് ശ്രീ ശുകബ്രഹ്മർഷി ഗജേന്ദ്ര മോക്ഷം കഥ പിന്നീട് 3 അധ്യായങ്ങളെ കൊണ്ട് പറയുന്നത് അഷ്ടമസ്കന്ധത്തിൽ. ആസീദ് ഗിരിവരോ രാജം സ്ത്രികൂട ഇതി വിശ്രുത ക്ഷീരോദേനാവൃത ശ്രീമാൻ യോജനായുധമുച്ഛ്രിത. പാലസമുദ്രത്താൽ ചുറ്റപ്പെട്ടതും 10,000 യോജന ഉയരമുള്ളതും മനോഹരവുമായ ത്രികൂടമെന്ന പർവ്വതം ആ ത്രികൂടപർവ്വതത്തിന്റെ താഴ്വാരത്തിൽ ഉള്ള വനപ്രദേശത്ത് ഋതുമത്ത് എന്ന് പേരോടുകൂടിയതായ വരുണ ഫലിതമായിട്ടുള്ള ഉദ്യാനം, അവിടെയാണ് ഗജേന്ദ്രൻ മറ്റ് ആനകളോടൊപ്പം കുമ്പനാനകളും പിടിയാനകളും ആനക്കുട്ടികളും ഒക്കെയുള്ള ആ ആനക്കൂട്ടങ്ങളോടൊപ്പം വിഹരിച്ചിരുന്നു ഗജേന്ദ്രൻ. ഒരിക്കൽ ഒരു വേനൽക്കാലത്ത് ദാഹിച്ചു വലർഞ്ഞ ഈ ആനകൾ കുടിക്കുവാനുള്ള വെള്ളം അന്വേഷിച്ച് എവിടെയാണ് ജലാശയമുള്ളത് എന്ന് തേടിക്കൊണ്ട്, ഇപ്പൊ കാറ്റ് വീശുന്ന സമയത്ത് ആ കാറ്റില് ജലത്തിന്റെ സാന്നിധ്യം, ഒരു കുളിർമ അനുഭവപ്പെടുന്നുവെങ്കിൽ ആ ഭാഗത്ത് ജലാശയമുണ്ട് എന്ന് അനുമാനിച്ചുകൊണ്ട്, ഏത് ഭാഗത്തു നിന്നാണ് കാറ്റ് വീശുന്നത് എന്ന് അന്വേഷിച്ചുകൊണ്ട്, എവിടെയാണ് ജലാശയമെന്ന് അന്വേഷിച്ചുകൊണ്ട് ഗജേന്ദ്രൻ ആനകളോടൊപ്പം വളരെ ദൂരം സഞ്ചരിച്ച് ഒരു താമര പൊയ്കയിൽ എത്തിച്ചേരുകയാണ്. അതിലിറങ്ങി ധാരാളം താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു, അമ്പൽപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. നല്ല തെളിഞ്ഞ ജലമാണ്. ആനകളൊക്കെ ദാഹം തീർക്കാൻ വേണ്ടി ധാരാളം വെള്ളം കുടിച്ചു. ശരീരത്തിന്റെ ചൂട് അകറ്റാൻ വേണ്ടിയിട്ട് ആ ജലാശയത്തിലിറങ്ങി കുറേ സമയം പലതരത്തിലുള്ള ജലകേളികളുമായിട്ട് അങ്ങനെ മുഴുകി കിടക്കുകയാണ്. ഈ ഒരു രംഗം പറയുന്ന സമയത്താണ് ഇവിടെ ശ്രീ ശുകബ്രഹ്മർഷി യഥാ ഗൃഹി പവോ നികാമം നിജപുഷ്കരേണോദ്ധൃതം ആത്മാനമദ്ഭി സ്നപയൻ ഗതക്ലമ സ പുഷ്കരേണ ഉദ്ധൃതശീകരാംബുഭി നിപായയൻ സംസ്നപയൻ യഥാഗൃഹി. ഗൃഹസ്ഥനെ പോലെ എന്ന് ഉപമിക്കുകയാണ്. വെള്ളം കുടിക്കുകയും തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് മറ്റ് ആനകളുടെ ദേഹത്ത് ഒഴിക്കുകയും ആനക്കുട്ടികളെ അതേപോലെ തന്നെ വാത്സല്യത്തോടു കൂടിയിട്ട് കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന
ഈ ഗജേന്ദ്രന്റെ ഈ ഒരു പ്രവൃത്തിയെ കണ്ടിട്ടാണ് ഗൃഹസ്ഥനെ പോലെ എന്ന് പറഞ്ഞത്. ഭഗവത് മായ കൊണ്ട് ആ മായാബാധിതരായിട്ടുള്ള ഈ ആനകൾ അല്ലെങ്കിൽ ഗജേന്ദ്രൻ തന്നെ ബാധിക്കാൻ പോകുന്ന ഒരു ആപത്തിനെ നേരത്തെ അറിയാൻ കഴിഞ്ഞില്ല. തന്റെ സമീപത്തുള്ള ഒരു ആപത്ത്, ഒരു അപകടം, അത് എന്താണ് എന്ന് ഗജേന്ദ്രന് കാണാൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് ഗജേന്ദ്രന്റെ പിൻകാലിൽ ഒരു മുതല പിടികൂടിയത്. ആ മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷ നേടുവാൻ തന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഗജേന്ദ്രൻ ചെയ്തു നോക്കിയെങ്കിലും അതിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, മറ്റ് ആനകൾ തങ്ങളുടെ നാഥനായിട്ടുള്ള ഗജേന്ദ്രന് ആപത്തുപറ്റി എന്ന് കണ്ടിട്ട് കുറെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരും പരിശ്രമിച്ചുവെങ്കിലും ഒടുവിൽ അവരെല്ലാം പരിശ്രമം ഉപേക്ഷിച്ച് അവിടെ നിന്ന് പതുക്കെ പതുക്കെ പിരിഞ്ഞു പോവുകയാണ്. ഗജേന്ദ്രനും ഈ മുതലയും തമ്മിലുള്ള ഈയൊരു മത്സരം കുറെ കാലം അങ്ങനെ കഴിഞ്ഞു എന്നാണ് പറയുക. ഇത്രയുമൊക്കെ ആയിട്ടും അവർക്ക് പ്രാണഹാനി വന്നിട്ടില്ല എന്നുള്ളത് ദേവന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്നു. ക്രമേണ ഗജേന്ദ്രൻ തളരാൻ തുടങ്ങി. അപ്പോഴാണ് തന്നെ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ തന്റെ കൂട്ടുകാർക്ക് സാധിച്ചിട്ടില്ല. ഇനി എനിക്ക് എങ്ങനെയാണ് അവിടെ നിന്ന് കരകയറാൻ പറ്റുക, രക്ഷ നേടാൻ പറ്റുക? എന്നെല്ലാം പ്രയാസപ്പെടുന്നതായ ആ ഗജേന്ദ്രനെ പൂർവജന്മത്തിൽ ചെയ്തതായ ആ പുണ്യത്തിന്റെ ഫലമായിട്ട് ഭഗവത് സ്മരണ ചെയ്യാനുള്ള ഒരു വിവേകം ഉണ്ടാവുന്നു. നമാമിമേ ജ്ഞാതയ ആതുരം ഗജാഃ കുതഃകരുണ്യ പ്രഭവന്തി മോചിതും ഗ്രാഹേണ പാശേന വിധാതുരാവൃതോപ്യഹം ചതം യാമി പരം പരായണം യഃ കശനേശോ ബലിനോന്തഘോരഗാത് പ്രചണ്ഡവേകാദഭിധാവതോ ഭൃശം ഭീതം പ്രപന്നം പരിപാതിയദ്ഭയാൻ മൃത്യു പ്രധാവത്യരണം തമീമഹി. ഭഗവത് സ്മരണ ചെയ്യാൻ ആരംഭിച്ചു, സ്തുതിക്കുവാൻ ആരംഭിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ അധ്യായവും സമർപ്പിക്കുന്നു. അന്തകനാകുന്ന ഉരകത്തിന്റെ പിടിയിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തുവാൻ ബന്ധുക്കൾക്കോ കൂടെയുള്ളവർക്ക് ആർക്കും തന്നെ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിന് കഴിയുന്ന ഒരേ ഒരാൾ ആ ഭഗവാൻ തന്നെയാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവുകയും ഭഗവാനെ ഞാൻ അവിടുത്തെ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആണ് സ്തുതിക്കാൻ ആരംഭിച്ചത്.
തുടർന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗജേന്ദ്ര സ്തുതിയാണ് അടുത്തതായി നമുക്ക് കേൾക്കാൻ കഴിയുക. ഓം നമോ ഭഗവതേ തസ്മൈ യതയേതച്ചിദാത്മകം പുരുഷായ അതിബീജായ പരേശായാഭിധീമഹി യസ്മിന്നിതം യതശ്ചേതം യേനേതം യൈതം സ്വയം യോസ്മാത് പരസ്മാച്ച പരസ്തം പ്രപദ്യേ സ്വയം ഭുവം. ഗജേന്ദ്രസ്തുതിയുടെ ഒരു പ്രത്യേകത, ശ്രീമദ് ഭാഗവതത്തിലെ എല്ലാ സ്തുതികൾക്കും പ്രാധാന്യമുണ്ട്. എന്നാൽ പ്രണവശബ്ദത്തോട് കൂടി ആരംഭിച്ച ഒരു സ്തുതി എന്ന പ്രത്യേകത ഇവിടെ ഉണ്ട്. ഈ പ്രപഞ്ചത്തിന് ആദികാരണമായിട്ടുള്ള ആ ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു. ഈ പ്രപഞ്ചം, ഈ വിശ്വം ആരിൽ നിന്നാണോ ഉണ്ടായിട്ടുള്ളത്, ഏതൊരുവന്റെ പ്രഭാവം കൊണ്ടാണോ നിലനിൽക്കുന്നത്, അങ്ങനെയുള്ള ആ സ്വയംഭൂവായിട്ടുള്ള ആ ഭഗവാനെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തുതി ആരംഭിക്കുന്നത്. യസ്വാത്മനീതം നിജമായയാർപ്പിതം ക്വചിത് വിഭാതം ക്വചതൽ തിരോഹിതം അവിദ്ധദൃക്സാക്ഷുഭയം തദീക്ഷതേ സ ആത്മമൂലോ വതുമാം പരാത്പര. തന്റെ മായ കൊണ്ട് തന്നെ ഈ ലോകത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു ആ ഭഗവാൻ. അതേപോലെ തന്നെ ആ മായ കൊണ്ട് അതിനെ മറയ്ക്കുകയും ചെയ്യുന്നു. എല്ലാറ്റിനും സാക്ഷിയായിട്ട് വർത്തിക്കുന്നു. അപ്രകാരമെല്ലാമുള്ള ആ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. ഈ ലോകവും ലോകപാലന്മാരും അങ്ങനെ സകലതും നിശേഷം ലയിക്കുമ്പോഴും അതിനെല്ലാം അപ്പുറത്ത് ഏതൊന്നാണോ ഇവിടെ സത്യമായിട്ട് പ്രകാശിക്കുന്നത്, നശിക്കാതെ നിലനിൽക്കുന്നത്, അങ്ങനെയുള്ള ആ ഭഗവാനെ നമസ്കരിക്കുന്നു. യഥാ നടസ്യാകൃതിഭി വിചേഷ്ടതോ ദുരത്യ അനുക്രമണ സമാപതു. ഒരു വേദിയിൽ അഭിനയിക്കുന്നതായ ഒരു നടൻ പ്രേക്ഷകർക്ക് ഇത് കാണുന്ന സമയത്ത് ഇതൊരു അഭിനയം ആണ് എന്ന് തോന്നുന്നതിന് പകരം ഇത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുകയും അങ്ങനെ ആ രംഗവുമായി പ്രേക്ഷകൻ താതാത്മ്യം പ്രാപിക്കുന്നു. ആ രംഗത്തിനനുസരിച്ച് വികാരം കൊള്ളുന്നു. ഇതൊക്കെ ഒരു നടന്റെ കഴിവാണ്. അപ്പം നടന്റെ അഭിനയ ചാതുര്യം കൊണ്ട് കാണികൾ അതിൽ ലയിച്ചു ഇരിക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് നടനോട് ഒരു ആരാധന. ആ കഥാപാത്രം
ആ കഥാപാത്രത്തിനോട് തോന്നുന്ന ആരാധനയാണ് നടനോട് പ്രേക്ഷകർക്കുണ്ടാവുന്നത്. അപ്പൊ നടന്റെ ശരിയായ രൂപത്തെ പ്രേക്ഷകൻ അറിയാത്തതുപോലെ യാതൊരു ഭഗവാന്റെ സ്വരൂപം ദേവന്മാരോ ഋഷിമാരോ ഒന്നും അറിയുന്നില്ല. അങ്ങനെ അവിജ്ഞാതഗതിയായിട്ടുള്ള ആ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. ദിദ്രക്ഷവോ യസ്യ പദം സുമംഗളം വിമുക്തസംഗാമുനയസ്സു സാധവ ചരന്ത്യലോകൗ വ്രതമൗ വ്രണം വനേ ഭൂതാത്മഭൂത സുഹൃത സമേഗതി. ഏതൊരു ഭഗവാന്റെ പദത്തെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണോ മഹർഷിമാർ ക്ലേശങ്ങളായിട്ടുള്ള വ്രതങ്ങളെ അനുഷ്ഠിക്കുന്നത്, അങ്ങനെയുള്ള ആ ഭഗവാൻ എന്നെ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കട്ടെ. ന വിദ്യതേ യസ്യ ജന്മ കർമ്മവാ ന നാമരൂപേ ഗുണദോഷ ഏവവാ. ജന്മം, കർമ്മം, നാമം, രൂപം, ഗുണം ഇതൊന്നും ഇല്ല എങ്കിലും ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് തന്റെ മായ കൊണ്ട് അവതാരങ്ങളെ സ്വീകരിക്കുന്നു, കർമ്മങ്ങളെ സ്വീകരിക്കുന്നു. അങ്ങനെയെല്ലാം ഉള്ള അരൂപനെങ്കിലും ബഹുരൂപങ്ങൾ സ്വീകരിക്കുന്ന അനന്തശക്തിമാനായിട്ടുള്ള ആ ഭഗവാനായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. അവിടുന്ന് സ്വയം പ്രകാശസ്വരൂപനാണ്. അങ്ങനെയുള്ള ആ പരമാത്മാവിനെ നമസ്കരിക്കുന്നു. ജ്ഞാനികളായിട്ടുള്ളവർക്ക് സന്യാസം കൊണ്ട് പ്രാപിക്കാൻ കഴിയുന്ന ഈശ്വരനാണ്. കൈവല്യത്തെ പ്രദാനം ചെയ്യുന്ന ഭഗവാനാണ്. ജ്ഞാനസ്വരൂപനുമാണ്. അങ്ങനെയുള്ള ജ്ഞാനാനന്ദ സ്വരൂപനായിട്ടുള്ള അവിടത്തേക്ക് നമസ്കാരം. നമ ശാന്തായ ഘോരായ മൂഢായ ഗുണധർമ്മിണേ നിർവിശേഷായ സാമ്യായ നമോ ജ്ഞാനഘനായ ച. രാഗദ്വേഷാദികൾ ഒന്നും തന്നെ ഇല്ലാത്തവനും ഘോരരൂപനും സർവാന്തര്യാമിയും ഗുണധർമ്മങ്ങളെ അനുവർത്തിക്കുന്നവനും സമദൃക്കുമായിട്ടുള്ള ആ ഭഗവാനെ നമസ്കരിക്കുന്നു. ശരീരത്തിനെ ക്ഷേത്രമെന്നും അതിൽ പ്രകാശിക്കുന്നതായ പരമാത്മ ചൈതന്യം അതിനെ ക്ഷേത്രജ്ഞൻ എന്നും വിശേഷിപ്പിക്കുന്നു. ശ്രീമദ് ഗീതയിൽ നമുക്ക് ഈയൊരു പരാമർശം കാണാൻ കഴിയും. അങ്ങനെ ക്ഷേത്രജ്ഞനായിട്ട് വർത്തിക്കുന്ന, സർവസാക്ഷിരൂപേണ വർത്തിക്കുന്നതായ പരമപുരുഷനായിട്ട് ഞാൻ നമസ്കരിക്കുന്നു. സർവേന്ദ്രിയഗുണദൃഷ്ടേ സർവപ്രത്യയഹേതവേ അസദാച്ഛായയോക്തായ സദാഭാസായ തേ നമ. വിഷയങ്ങളെയൊക്കെ ഗ്രഹിക്കുന്നവനാണ് അവിടുന്ന്. ബോധഹേതുവാണ്. അസത്തായിട്ടുള്ള അഹങ്കാരാദികളുടെ ഛായയോട് കൂടിയിട്ടുള്ള സദ്രൂപേണ വിളങ്ങുന്നവനുമായ അങ്ങയെ നമസ്കരിക്കുന്നു. നമോ നമസ്തേ അഖിലകാരണായ നിഷ്കാരണായ അദ്ഭുതകാരണായ സർവാഗമാംനായ മഹാർണവായ
നമോപവർഗായ പരായണായ. അഖിലകാരണനാണ്, അദ്ഭുതകാരണനാണ്, മോക്ഷസ്വരൂപനാണ്. അങ്ങനെയുള്ള ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ഗുണക്ഷോഭം കൊണ്ടാണ് സൃഷ്ടി നടക്കുക. അപ്രകാരം ഗുണക്ഷോഭം കൊണ്ട് സൃഷ്ടിയെ ചെയ്യുന്ന, അല്ലെങ്കിൽ സൃഷ്ടി ചെയ്യുവാൻ തൽപരനായിരിക്കുന്ന ഭഗവാനെ അങ്ങയെ നമസ്കരിക്കുന്നു. അങ്ങയെ ശരണം പ്രാപിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക്, എന്നെപ്പോലുള്ള അജ്ഞന്മാർക്ക് മാതൃപ്രപന്ന പശുപാശ വിമോക്ഷണായ മുക്തായ ഭൂരികരുണായ നമോലയായ സ്വാംശേന സർവതനുഭൃന്മനസി പ്രതീത പ്രത്യഗ്ദൃശേ ഭഗവതേ ബൃഹതേ നമസ്തേ. എന്നെപ്പോലെയുള്ള മൂഢന്മാർക്ക്, അജ്ഞന്മാർക്ക് ശരണം പ്രാപിക്കുന്ന അജ്ഞന്മാരായിട്ടുള്ളവർക്ക് മോചനം നൽകുന്നവൻ ആണ്. നിത്യമുക്തനാണ്, കൃപാനിധിയാണ്. അംശരൂപേണ സർവജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നവനാണ്. ജ്ഞാന ഐശ്വര്യപൂർണനാണ്. അങ്ങനെയെല്ലാമായിരിക്കുന്ന ഭഗവാനെ നമസ്കരിക്കുന്നു. ആത്മാത്മജാപ്തഗൃഹവിത്തജനേഷു സക്തേ ദുഷ്പ്രാപണായ ഗുണസംഗവിവർജിതായ മുക്താത്മഭി സ്വഹൃദയേ പരിഭാവിതായ ജ്ഞാനാത്മനേ ഭഗവതേ നമ ഈശ്വരായ. ഭാര്യാപുത്രാദികൾ, ശരീരം, ഇങ്ങനെയുള്ളതിലെല്ലാം ആസക്തന്മാരായിട്ടുള്ളവർക്ക് അപ്രാപ്യനാണ്. ഗുണകാര്യങ്ങളിൽ ആസക്തനാണ്. എന്നാൽ ഗുണാസക്തി ഇല്ലാത്തവര്, അവരുടെ ഹൃദയത്തിൽ ഭക്തിപൂർവം ധ്യാനിക്കപ്പെടുന്നത് ആ ഭഗവാനെ തന്നെയാണ്. അങ്ങനെയെല്ലാം ആയിട്ടുള്ള ജ്ഞാനസ്വരൂപനായ സർവേശ്വരനെ നമസ്കരിക്കുന്നു. ഏതൊരുവൻ ധർമാർത്ഥകാമമോക്ഷങ്ങൾക്കു വേണ്ടി ഭജിക്കുന്നുവോ അവർക്ക് എന്താണോ അവരുടെ ആഗ്രഹം അത് പ്രദാനം ചെയ്യുന്നു. അത് മാത്രമല്ല, നിത്യമായിട്ടുള്ള അനുഗ്രഹവും കൊടുക്കുന്നു. അവർക്ക് ദാസനായി പോലും ഭഗവാൻ വർത്തിക്കാൻ തയ്യാറാവുന്നു. അങ്ങനെ പോലും ചെയ്യാൻ ഉള്ള കാരുണ്യം പ്രകടിപ്പിക്കുന്ന കാരുണ്യ സ്വരൂപനായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. യം ധർമ്മകാമാർത്ഥ വിമുക്തികാമ ഭജന്ത ഇഷ്ടാം ഗതിമാപ്നുവന്തി കിന്തു ആശിഷോരാത്യവി ദേഹമവ്യയം കരോതു മേധഭ്രതയോ വിമോക്ഷണം. എന്നാൽ ഏകാന്ത ഭക്തന്മാരായിട്ടുള്ളവർ, ഭഗവാനെ ശരണം പ്രാപിക്കുന്നവർ യാതൊന്നും ആഗ്രഹിക്കുന്നില്ല. അവരാവട്ടെ ഭഗവത് കഥകളെ, എങ്ങനെയുള്ള കഥകളാണ്? അത്യദ്ഭുതം തച്ചരിതം സുമംഗളം കായന്ത ആനന്ദസമുദ്രമഗ്ന. ഭഗവത് കഥകൾ അത്യത്ഭുതമാണ്. അത് അമൃതതുല്യമാണ്.
സുമംഗളവുമാണ്. ആ ഭഗവത് കഥകളെ, ഭഗവത് ലീലകളെ, അവതാര ലീലകളെ കീർത്തിച്ച് എപ്പോഴും ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവരാണ് ഭക്തന്മാർ. സർവവ്യാപിയും സർവോത്കൃഷ്ടനും ഭക്തി കൊണ്ട് പ്രാപിക്കാൻ കഴിയുന്നവനുമാണ്, ഭക്തിഗമ്യനാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ, ആ ശ്രീ പരമേശ്വരനെ, ആ ശ്രീഹരിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു, ഞാൻ സ്തുതിക്കുന്നു. ഈ ലോകം മുഴുവനും അവിടുത്തേതിൽ നിന്നുണ്ടായതാണ്. ആ ഭഗവത് അംശമായിട്ട് തന്നെ, അംശം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ബ്രഹ്മാദി ദേവന്മാർ, വേദങ്ങൾ. അങ്ങനെ ചരാചരാത്മകമായ സകലതും നാമരൂപ ഭേദങ്ങളും ആ ഈശ്വര അംശം തന്നെയാണ്. എപ്രകാരമാണോ അഗ്നിയിൽ നിന്ന് സ്ഫുലിംഗങ്ങൾ ഉണ്ടാവുക, സൂര്യനിൽ നിന്ന് സൂര്യരശ്മികൾ പോലെ സകലതും ഭഗവാനിൽ നിന്ന് പുറപ്പെട്ട് ഭഗവാനിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ആ സർവേശ്വരൻ ദേവനോ അസുരനോ മനുഷ്യനെന്നോ തിര്യക്കെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള ഒരു ഭേദം ഇല്ല. സവൈന ദേവാസുരമർത്യതിര്യങ് ന സ്ത്രീ ന ഷണ്ടോ ന പുമാൻ ന ചിന്തു നായം ഗുണ കർമ്മന സന്നജാസൻ നിഷേധശേഷോ ജയതാദശേഷ. എല്ലാറ്റിനെയും നിഷേധിച്ചു കഴിയുമ്പോൾ ശേഷിക്കുന്നവനായ ആ ഭഗവാൻ ജയിക്കട്ടെ. അല്ലയോ ഭഗവാനെ, ഞാൻ ഈ ശരീരം വലിയ ഭാരമുള്ള ഈ ആനയുടെ ശരീരത്തിൽ നിന്ന് പോലും ഇനി വീണ്ടും കരയ്ക്ക് കയറി ഈ ശരീരം കൊണ്ട് കുറച്ചു കാലം കൂടി മറ്റ് ആനക്കൂട്ടങ്ങളോടൊപ്പം സുഖമനുഭവിക്കണം എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജിജീവിഷേനാഹമിഹാമുയാകിമന്തർബഹിശ്ചാവൃതയേ ഭയോന്യ ഇച്ഛാമി കാലേന നയസ്യ വിപ്ലവ തസ്യാത്മലോകാവരണസ്യ മോക്ഷം. അജ്ഞാനത്തിൽ നിന്നുള്ള മോചനം, അജ്ഞാനത്തിൽ നിന്നുള്ള മോക്ഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇനിയും ഈ ആനയുടെ ശരീരം വെച്ചുകൊണ്ട് സുഖമനുഭവിക്കാൻ ഞാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടാണ്, സ്തുതിച്ചുകൊണ്ടാണ് ഗജേന്ദ്രന്റെ വാക്കുകൾ തുടരുന്നത്. നമോ നമസ്തുഭ്യമസഹ്യവേഗശക്തിത്രയായ അഖിലധീഗുണായ പ്രപന്നപാലായ ദുരന്തശക്തയേ കതീന്ദ്രിയാണാമനപാപ്യവത്മനെ നായം വേദ സ്വമാത്മാനം യച്ഛക്ത്യാഹം ധിയാഹതം തം ദുരത്യയമാഹാത്മ്യം ഭഗവന്തമിതോസ്മ്യഹം. അശുദ്ധ ബുദ്ധിയായിട്ടുള്ള ഒരുവന്, അശുദ്ധ മനസ്സോടുകൂടിയ ഒരുവന് അപ്രാപ്യനാണ് അവിടുന്ന്. എന്നാൽ ആപത്തിൽപ്പെട്ട ഒരുവൻ, എനിക്ക് മറ്റാരും തന്നെ രക്ഷകനായിട്ടില്ല ഭഗവാനെ, അവിടുന്നല്ലാതെ അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ
തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന എന്ന പ്രാർത്ഥനയോടുകൂടി, എന്ന ഭാവത്തോടു കൂടിയിട്ട് ശരണാഗതി ചെയ്യുന്ന ഒരുവന് തീർച്ചയായിട്ടും അങ്ങനെ ശരണാഗതി ചെയ്യുന്ന ഒരുവനെ രക്ഷിക്കും. അതെന്റെ വ്രതമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറയുന്ന വാക്കുകൾ രാമായണത്തിൽ അത് എടുത്ത് പരാമർശിച്ചിട്ടുള്ളതാണ്. സമുദ്രം തരണം ചെയ്ത് ലങ്കയിലേക്ക് കടന്നു ചെല്ലാൻ തയ്യാറായി സമുദ്രതീരത്ത് നിൽക്കവേ ലങ്കയിൽ നിന്നും രാവണൻ പുറത്താക്കപ്പെട്ടതായ രാവണന്റെ അനുജനായ വിഭീഷണൻ ശ്രീരാമനെ ശരണാഗതി ചെയ്യുമ്പോൾ സുഗ്രീവനൊക്കെ അവിടെ പറയുന്നുണ്ട്, അങ്ങ് ഒരിക്കലും തന്റെ ജ്യേഷ്ഠനെ ഉപേക്ഷിച്ചു വന്ന അനുജനെ സ്വീകരിക്കരുത്. മാത്രമല്ല ഇവൻ രാക്ഷസനാണ്. ഒരുപക്ഷെ നമ്മളോട് കൂടെ ചേർന്ന് നമ്മളുടെ രഹസ്യങ്ങളെ ചോർത്തിയെടുത്ത് രാവണനെ വീണ്ടും യുദ്ധത്തിൽ സഹായിച്ചു എന്ന് വരാം, നമുക്ക് തന്നെ ആപത്തായി തീർന്നു എന്ന് വരാം. അതുകൊണ്ട് ശത്രുപക്ഷത്തു നിന്ന് വന്ന ഇവനെ സ്വീകരിക്കരുത്, ഇപ്പോൾ തന്നെ കൊല്ലുക എന്നെല്ലാം പറഞ്ഞുവെങ്കിലും ഇവിടെ വെച്ച് ശ്രീരാമൻ കൊടുക്കുന്ന മറുപടി വളരെ പ്രസക്തമാണ്. ശരണാഗതി ചെയ്ത ഒരാളെ, ആര് തന്നെ ആവട്ടെ, ദേവനോ അസുരനോ മനുഷ്യനോ, ശരണാഗതി ചെയ്ത ഒരുവനെ സ്വീകരിക്കുക തന്നെ ചെയ്യും, രക്ഷിക്കുക തന്നെ ചെയ്യും. അതെന്റെ വ്രതമാണ് എന്ന് ശ്രീരാമൻ പറയുന്ന വാക്കുകൾ അങ്ങനെ പൂർണ്ണ മനസ്സോടു കൂടിയിട്ട് മറ്റൊന്നും തന്നെ തനിക്ക് രക്ഷയാവുന്നില്ല, തനിക്ക് ആശ്രയമായിട്ട് വേറൊന്നുമില്ല, ആ ഒരു പൂർണ്ണ ശരണാഗത ഭാവം വന്നു കഴിയുമ്പോഴാണ് ഭഗവത് അനുഗ്രഹം ഒരുവനിൽ വേണ്ടതുപോലെ പ്രവർത്തിക്കുക. അതിന് പല സന്ദർഭങ്ങളും നമുക്ക് കാണാൻ കഴിയും. കൗരവ സഭയിലേക്ക് ദുര്യോധനന്റെ വാക്ക് കേട്ട്, നിർദ്ദേശം കേട്ടിട്ട് ദുശാസനൻ രജസ്വലയായിരുന്ന പാഞ്ചാലിയെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം ചെയ്യാൻ ശ്രമിക്കവേ ആ ദുശാസനന്റെ കരുത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന പാഞ്ചാലി താൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം, ആ ചേല അഴിഞ്ഞു പോവാതിരിക്കുവാൻ കൈകളെ കൊണ്ട് മുറുകെ പിടിച്ച് വിലപിക്കുന്ന ആ ഘട്ടത്തിൽ ഒന്നും തന്നെ അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നില്ല. അങ്ങനെ തന്റെ കൈക്കരുത്തുകൊണ്ട് ഈ ദുഷ്ടന്റെ മുന്നിൽ തനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് ബോധ്യപ്പെട്ട സമയം, എനിക്ക് അവിടുന്നല്ലാതെ മറ്റാരും ആശ്രയമില്ല, എന്തെല്ലാം കഴിവുകളുള്ള ദേവാംശങ്ങളായിട്ടുള്ള ഭർത്താക്കന്മാർ യുധിഷ്ഠിരനും അർജുനനും ഭീമസേനനും, അങ്ങനെ ആ ഭർത്താക്കന്മാരുടെ മുന്നിൽ വച്ചിട്ടാണ് മഹാരഥന്മാര്, ഗുരുതുല്യന്മാരായിട്ടുള്ള മറ്റ് ജനങ്ങൾ സഭയിൽ ഇരിക്കവേ അവരുടെ മുന്നിൽ വച്ചിട്ടാണ് ഈ അധർമ്മം പ്രവർത്തിക്കുന്നത്. ആരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല, തടയുന്നില്ല. തന്നെ രക്ഷിക്കുവാൻ ആരുമില്ല ഇവിടെ. തന്റെ ബലം കൊണ്ട്, തന്റെ കഴിവുകൊണ്ട് ദുശാസനന്റെ മുൻപിൽ തനിക്കൊന്നും ആവില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്ന സമയത്താണ്
അഴിഞ്ഞു പോകാതിരിക്കുവാൻ താൻ പിടിച്ചു വച്ചിരുന്ന ചേലയുടെ പിടിയിൽ നിന്നും കൈകളെ വിട്ട് രണ്ട് കൈകളും ഉയർത്തി നിസ്സഹായയായി ആ കൃഷ്ണനെ വിളിച്ച് വിലപിക്കുന്ന ദ്രൗപദിയുടെ ആ ഒരു ഭാവം അവിടെയാണ്, ആ സന്ദർഭത്തിലാണ് ഭഗവത് അനുഗ്രഹം ചേലയായിട്ട് വസ്ത്രമായിട്ട് വരുന്നത്. അഴിച്ചെടുക്കും തോറും വീണ്ടും വീണ്ടും വസ്ത്രരൂപത്തിൽ എത്ര തന്നെ അഴിച്ചെടുത്താലും തീരാത്തത്ര വസ്ത്രമായിട്ട് അവിടെ പരിണമിച്ചത് ഭഗവത് അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ പ്രപന്ന പരിപാലകനായിക്കൊണ്ട് ഇരിക്കുന്ന അശുദ്ധ മനസ്സിന് അപ്രാപ്യനാണ്. എന്നാൽ ആപത്തിൽപ്പെട്ട ഒരുവൻ ആശ്രയിക്കുന്നുവെങ്കിൽ, പൂർണ്ണ മനസ്സോടുകൂടി ശരണാഗതി ചെയ്യുന്നുവെങ്കിൽ അവർക്ക് അനുഗ്രഹം വന്നു ചേരുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ ഭഗവാൻ പക്ഷപാതിയാണ്. തന്നെ ആശ്രയിക്കുന്നവരെ മാത്രമേ, തന്നെ ഭജിക്കുന്നവരെ മാത്രമേ രക്ഷിക്കൂ എന്നൊക്കെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. നമ്മളുടെ കഴിവുകൾ കൊണ്ട് നമുക്ക് പലതും നേടാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അവിടെ അതിനെ ഈശ്വര അനുഗ്രഹമായിട്ട് എടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ അങ്ങനെ കാണുന്നവരില്ല. അപ്പൊ ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ തന്റെ കഴിവുകളോ മറ്റുള്ളവരുടെ സഹായമോ ഒന്നും തന്നെ പ്രവർത്തിക്കാത്ത ഒരു സന്ദർഭത്തിൽ ഒരുവന് ബോധ്യമാവുന്നു, ഇവിടെ ഭഗവത് അനുഗ്രഹം തന്നെയാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് അനുഗ്രഹമായിട്ട് വരുന്നു. അതേ ആ ജഗദീശ്വരന്റെ, ആ ഭഗവാന്റെ മായ കൊണ്ട് മോഹിതരായിട്ടാണ് ജനങ്ങൾ ആത്മസ്വരൂപത്തെ അറിയുന്നില്ല. അചിന്ത്യ മഹിമാശാലിയായിട്ടുള്ള ആ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. നയം വേദസ്വമാത്മാനം ശക്തിയാഹം ധിയാഹതം തം ദുരത്തിയ മാഹാത്മ്യം ഭഗവന്തമിതോസ്മ്യഹം എന്നെല്ലാം സ്തുതിക്കുന്നതായ ഗജേന്ദ്രന്റെ വളരെ മഹത്വപൂർണമായിട്ടുള്ള ഗഹനമായ ആ സ്തുതി, അങ്ങനെ സ്തോത്രം ചെയ്യുന്ന ഗജേന്ദ്രന്റെ മുൻപിൽ ഭഗവാൻ ആവിർഭവിച്ചു എന്നാണ് പിന്നീട് പറയുന്നത്. ഏവം ഗജേന്ദ്ര ഉപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധലിംഗഭിതാഭിമാന നൈതേ യതോപസസൃപു നിഖിലാത്മകത്വാത് തത്രാഖിലാമരമയോ ഹരിരാവിരാസീത്. ആ ജലാശയത്തിൽ മുതലയുടെ പിടിയിൽപ്പെട്ട ഗജേന്ദ്രനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആവിർഭവിച്ചു. ഗരുഡനെ വാഹനമാക്കിക്കൊണ്ട്, സുദർശനം ധരിച്ചുകൊണ്ട് തന്റെ മുൻപിൽ പ്രകാശിക്കുന്നതായ ആ ഭഗവാനെ തന്റെ തുമ്പിക്കൈ കൊണ്ട് പിഴുതെടുത്തതായ താമരപ്പൂവ് സമർപ്പിച്ചുകൊണ്ട് തം തദ്വദാർത്ഥമുപലഭ്യ ജഗന്നിവാസസ്തോത്രം നിശമ്യതി വിജൈഃ സഹ സംസ്തുവദ്ഭിഃ ഛന്ദോമയേന ഗരുഡേന സമുഹ്യമാന ചക്രായുധോഭ്യഗതമാശു യതോ ഗജേന്ദ്ര. തനിക്ക് ദർശനം തന്നുകൊണ്ട് തന്നെ രക്ഷിക്കുവാൻ വേണ്ടി
ആവിർഭവിച്ചതായ ആ ഭഗവാന് പിഴുതെടുത്തതായ താമരപ്പൂവിനെ ഹൃദയമാകുന്നതായ ആ കമലം, ഹൃദയകമലത്തെ സമർപ്പിച്ചുകൊണ്ട് ഗജേന്ദ്രൻ പ്രാർത്ഥിക്കുന്നു. ഉക്ഷിപ്യസാംബുജകരം ഗിരമാഹ കൃച്ഛ്രാൻ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. അഖില ഗുരുവായിട്ടുള്ള ഹേ ശ്രീനാരായണ ഭഗവാനെ, അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു. തന്റെ ഭക്തനായിട്ടുള്ള ഗജേന്ദ്രന്റെ ആ ഒരു സങ്കടം കണ്ട് കാരുണ്യത്തോടു കൂടിയിട്ടാണ് ഗജേന്ദ്രനെ ആ തുമ്പിക്കൈയിൽ പിടിച്ചു വലിച്ചു കരയ്ക്ക് കയറ്റി ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് ഗജേന്ദ്രന്റെ കാലിൽ പിടിച്ചതായിട്ടുള്ള മുതലയെ ആ സുദർശന ചക്രം കൊണ്ട് നിഗ്രഹിച്ചു. അങ്ങനെ ആ മുതലയുടെ പിടിയിൽ നിന്ന് ഗജേന്ദ്രനെ മോചിപ്പിച്ചു. ആ സമയം ദേവന്മാര്, ഗന്ധർവന്മാര്, മഹർഷിമാർ, ബ്രഹ്മാദികൾ എല്ലാവരും തന്നെ ഭഗവാന്റെ ആ ഒരു പ്രവൃത്തിയെ പ്രശംസിച്ചുകൊണ്ട്, ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്തു. ദേവ ദുന്ദുഭികളൊക്കെ മുഴങ്ങാൻ തുടങ്ങി. ഗന്ധർവന്മാരും അപ്സരസ്സുകളുമൊക്കെ നൃത്തം ചെയ്യുന്നു, ഗാനം ചെയ്യുന്നു. ഇപ്രകാരം ഗജേന്ദ്രന് ശാപമോക്ഷം കൊടുത്തു. പിന്നീട് ആരായിരുന്നു ഈ ഗജേന്ദ്രന്റെ കാലിൽ പിടികൂടിയതായിട്ടുള്ള മുതല? അതും ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു. ഹുഹു എന്ന ഗന്ധർവനാണ് ദേവല മഹർഷിയുടെ ശാപം കൊണ്ട് മുതലയായി തീർന്നത്. നദിയിലിറങ്ങി സ്നാനത്തിനായിട്ട് തയ്യാറെടുക്കുന്ന മഹർഷിയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഗന്ധർവൻ ജലത്തിനടിയിൽ കൂടി ചെന്ന് അദ്ദേഹത്തിന്റെ കാലിൽ പിടിക്കുന്നു. അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഈ ഒരു അനുഭവത്തിൽ മഹർഷി ഒന്ന് ഭയപ്പെട്ടു. എന്നാൽ തന്നെ ഭയപ്പെടുത്തിയത് ഒരു ജലജന്തുവല്ല, ഒരു ഗന്ധർവനാണ് എന്ന് തിരിച്ചറിഞ്ഞ മഹർഷി ശപിക്കുകയാണ്. നിന്റെ ഈ പ്രവൃത്തി ജലജന്തുവിന്റെ സ്വഭാവമാണ്, അതുകൊണ്ട് നീ ഒരു മുതലയായി തീരട്ടെ. തന്റെ തെറ്റു മനസ്സിലാക്കിയ ആ ഗന്ധർവൻ മഹർഷിയെ ശരണം പ്രാപിച്ചുകൊണ്ട് ക്ഷമായാചനം ചെയ്തു. അദ്ദേഹം ശാപമോക്ഷവും കൊടുത്തു. അതനുസരിച്ചിട്ടാണ് ഇവിടെ ഭഗവത് അനുഗ്രഹം. മുതലയുടെ രൂപത്തിലായിരുന്ന ഗന്ധർവനും ഇപ്പോൾ ശാപമോക്ഷം കിട്ടി. ഭഗവാനെ വാഴ്ത്തിക്കൊണ്ട് ഭഗവാനെ പ്രദക്ഷിണം ചെയ്തിട്ടാണ് ആ ഗന്ധർവൻ ഗന്ധർവലോകത്തിലേക്ക് യാത്രയായത് എന്നും പറഞ്ഞു. ഗജേന്ദ്രമോക്ഷം കഥയിലെ ഗജേന്ദ്രന്റെ പൂർവജന്മ ചരിത്രമാണ് അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. അദ്ദേഹം ആരായിരുന്നു എന്ന് വിസ്തരിക്കുകയാണ്. സവൈ പൂർവമഭൂൽ രാജ പാണ്ഡ്യോ ദ്രവിഡസത്തമ ഇന്ദ്രദ്യുമ്ന ഇതി ഖ്യാതോ വിഷ്ണുവൃതപരായണ.
ഇന്ദ്രദ്യുമ്നൻ എന്ന പ്രസിദ്ധനായിട്ടുള്ള രാജാവായിരുന്നു പൂർവജന്മത്തിൽ ഈ ഗജേന്ദ്രൻ. അദ്ദേഹം ഒരു ഭക്തനാണ്. പാണ്ഡ്യ ദേശത്തെ രാജാവായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഭഗവത് ഭജനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വ്രതമനുഷ്ഠിക്കുകയും മലയപർവ്വതത്തിന്റെ താഴ്വാരത്തിലെ ഒരു ആശ്രമത്തിൽ ഭഗവത് ഭജനം ചെയ്തുകൊണ്ട്, അതും മൗനവ്രതത്തോടു കൂടിയിട്ട് ഭഗവത് ആരാധന ചെയ്തുകൊണ്ട് വർത്തിക്കുകയായിരുന്നു. ഏകദാ ആരാധനകാല ആത്മവാൻ ഗൃഹീത മൗനവ്രത ഈശ്വരം ഹരിം. മൗനവ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഇന്ദ്രദ്യുമ്നന്റെ ആശ്രമത്തിലേക്ക് ഒരിക്കൽ യാദൃച്ഛികമായിട്ടാണ് അഗസ്ത്യ മഹർഷി ശിഷ്യന്മാരോട് കൂടിയിട്ട് എത്തിച്ചേർന്നത്. എന്നാൽ ഈ മഹർഷി വന്നിട്ടും അദ്ദേഹത്തിന് വേണ്ടതുപോലെ ആതിഥ്യ മര്യാദയൊന്നും കൊടുക്കാതെ, അതിഥി സൽക്കാരങ്ങളൊന്നും ചെയ്യാതെ മൗനിയായിരിക്കുന്ന രാജാവിനെ കണ്ട് മഹർഷിക്ക് കോപം വന്നു. തം വീക്ഷ്യ തൂഷ്ണീം അകൃതാർഹണാധികം രഹസ്യുപാസീനമൃഷിച്ചു കോപഹ. ഇവിടെ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ പ്രത്യേകതയോട് കൂടിയിട്ടാണ്. സ്വതവേ സാധാരണ ഒരു മനുഷ്യന് കോപം വന്നു എന്ന് പറഞ്ഞാൽ അതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല. എന്നാൽ അഗസ്ത്യനെ പോലുള്ള മഹാത്മാക്കൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കോപം വരാൻ വഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് കോപം വന്നു എന്ന് പരാമർശിക്കുന്ന സമയത്ത് അല്പം ആശ്ചര്യത്തോടു കൂടിയിട്ടാണ് ശ്രീ ശുക ബ്രഹ്മർഷി ആ സന്ദർഭം പറയുന്നത്. അപ്പൊ ജ്ഞാനിയായിട്ടുള്ള അഗസ്ത്യൻ ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ, ഈ രാജാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അത് മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കണം ഈ ശാപം കൊടുത്തത്. ശാപമെന്ന് പറയാമെങ്കിലും ശാപരൂപേണ ഉള്ള അനുഗ്രഹം തന്നെയാണ് ഇവിടെ അഗസ്ത്യൻ ഇന്ദ്രദ്യുമ്നന് നൽകുന്നത്. സാധാരണ ഒരു ഗൃഹസ്ഥന്റെ ധർമ്മമനുസരിച്ചിട്ടാണെങ്കിൽ ആതിഥ്യ മര്യാദ ചെയ്യേണ്ടത് തന്നെയാണ്. പുരാണങ്ങളിലൊക്കെ പറയും, ഗൃഹത്തിൽ വരുന്ന ഒരു അതിഥി നിരാശനായി മടങ്ങിപ്പോയാൽ നമ്മൾ ആ അതിഥിയെ വേണ്ടതുപോലെ സ്വീകരിക്കുകയോ സത്കരിക്കുകയോ ചെയ്യാതെ, തൃപ്തിയില്ലാതെ നിരാശയോടുകൂടി ഒരു അതിഥിക്ക് മടങ്ങിപ്പോവേണ്ടി വന്നാൽ നാം ചെയ്തിട്ടുള്ള പുണ്യങ്ങളുടെ ഫലം ആ അതിഥിയോട് കൂടെ, മടങ്ങിപ്പോകുന്ന അതിഥിയുടെ കൂടെ അനുഗമിക്കും. ആ അതിഥി ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ ആതിഥേയനായ നമുക്ക് വന്നു ചേരും എന്നൊക്കെ പുരാണങ്ങളിൽ പരാമർശിച്ച് കാണാൻ പറ്റും. അപ്പോൾ ആതിഥ്യമര്യാദ എന്നത് നമ്മളുടെ, പ്രത്യേകിച്ചും ഗൃഹസ്ഥന്റെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. ഇവിടെ ആതിഥ്യമര്യാദ ചെയ്തില്ല,
ഒരു താപസൻ വരുന്നത് കണ്ടിട്ടും എഴുന്നേൽക്കുകയോ ആദരിക്കുകയോ ചെയ്തിട്ടില്ല. കോപം വന്നതായിട്ടുള്ള അഗസ്ത്യൻ ഈ രാജാവ് സ്തബ്ധബുദ്ധിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തസ്മായിമം ശാപമതാൽ അസാധുരയം ദുരാത്മാകൃതബുദ്ധിരദ്യ വിപ്രാവമന്ദാവിശദാം തമോന്ധം യഥാഗജ സ്തബ്ധമതി സ ഏവ. സ്തബ്ധബുദ്ധിയാണ്, ആനയെപ്പോലെ സ്തബ്ധബുദ്ധിയായിട്ടുള്ള ഹേ രാജാവേ, അങ്ങ് ഒരു ആനയായി തീരട്ടെ എന്ന് ശപിക്കുകയാണ്. തീർച്ചയായിട്ടും അഗസ്ത്യൻ ഇങ്ങനെ ശപിക്കുവാൻ കാരണം ഈ രാജാവിന്റെ വരാൻ പോകുന്ന ഒരു കർമ്മപ്രാരബ്ധത്തെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം അത് വേഗം അനുഭവിച്ച് തീരട്ടെ എന്ന കാരുണ്യത്തോടു കൂടിയിട്ടാണ് എന്ന് നാം കണക്കാക്കേണ്ടി വരും. കാരണം ജ്ഞാനിയായിട്ടുള്ള അഗസ്ത്യ മഹർഷിയെ പോലുള്ളവർക്ക് നിന്ദാസ്തുതി ഭേദങ്ങൾ ഉണ്ടാവാൻ വയ്യ. തന്നെ ഒരാൾ നിന്ദിച്ചു എന്നതുകൊണ്ട് അദ്ദേഹം കോപിക്കുകയോ തന്നെ ഒരാൾ സ്തുതിച്ചു എന്നതുകൊണ്ട് അദ്ദേഹം കൂടുതൽ സന്തോഷിക്കുകയോ ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഈ ശാപത്തിന് കാരണം അദ്ദേഹം കൊടുത്തതായ ഒരു അനുഗ്രഹം തന്നെയാണ് ശാപരൂപേണ. രാജാവിന് വരാൻ പോകുന്ന ഒരു ജന്മത്തെക്കുറിച്ചും ഉള്ള സൂചന കൊടുത്തുകൊണ്ടാണ് മഹർഷി ഇവിടെ ഇന്ദ്രദ്യുമ്നനെ ശപിച്ചത് എന്ന് കാണേണ്ടി വരും. ശാപം കൊടുത്തുകൊണ്ട് അഗസ്ത്യൻ ശിഷ്യന്മാരോടുകൂടി അവിടുന്ന് യാത്രയായി. എന്നാൽ രാജാവാവട്ടെ ഇത് തന്റെ കർമ്മഫലമാണ്, താൻ അനുഭവിക്കേണ്ടതാണ് എന്ന് സമാധാനിച്ചുകൊണ്ട് ഇരുന്നു. ഈ ശാപം കൊണ്ട് ആനയായിത്തീർന്ന ഗജേന്ദ്രനായിത്തീർന്ന ഇന്ദ്രദ്യുമ്നൻ മുൻപ് ചെയ്തതായ ആ ഭഗവത് പൂജയുടെ ഫലം കൊണ്ട് ഹര്യർച്ചനാനുഭാവേന എന്നിവിടെ പറയുന്നു ഭാഗവതത്തിൽ. ആ ഭഗവത് സേവ ചെയ്തിട്ടുള്ളതിന്റെ ഫലമായിട്ടാണ്, ആ മഹത്വം കൊണ്ടാണ് ഈ ആപൽഘട്ടത്തില് തടാകത്തില് മുതലയുടെ പിടിയിൽപ്പെട്ട സമയത്ത് ഭഗവത് സ്മരണ ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ചെയ്യുന്നതായ ആ ഗജേന്ദ്രനെ ഭഗവാൻ അവതരിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഗരുഡവാഹനനായിട്ട് വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഗജേന്ദ്രമോക്ഷം എന്ന ഈയൊരു കഥ, അതിന്റെ ഒരു പ്രത്യേകത മതം ഉണ്ടാവുക, ശരീരാഭിമാനം വരിക, അഹങ്കാരം വർദ്ധിക്കുക, ഇങ്ങനെയെല്ലാം ഉണ്ടാവുന്ന സമയം അതിൽ നിന്ന് ഒരുവന് രക്ഷ നേടാൻ കഴിയണമെങ്കിൽ അവിടെ പ്രധാനമായിട്ട് വേണ്ടത് ഗുരുവിന്റെ അനുഗ്രഹം, പിന്നെ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങളുടെ ഫലം. ഇത് രണ്ടും ഇവിടെ ഒത്തുചേർന്ന് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഗജേന്ദ്രന്റെ അനുഭവത്തിൽ മുൻപ് ചെയ്ത ആ ഭഗവത് പൂജയുടെ ഫലം കൊണ്ടാണ് പൂർവജന്മ സ്മരണ ഉണ്ടായതും
ഇങ്ങനെ ഒരു രൂപത്തിലേക്ക്, ഒരു മൃഗയോനിയിലേക്ക് അധപ്പതിക്കേണ്ടി വന്നിട്ടും വേണ്ട സമയത്ത് ഭഗവത് സ്മരണ ചെയ്യാൻ തോന്നിയത് ആ ശുദ്ധബുദ്ധിയെ കിട്ടുവാൻ കാരണമായി തീർന്നത് മുൻപ് ചെയ്ത ഭഗവത് ഭജനത്തിന്റെ ഫലം തന്നെയാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഈ സംസാര ക്ലേശങ്ങളെ അനുഭവിക്കുന്ന ആരും തന്നെ ഇത് ക്ലേശമാണ് എന്ന് കണക്കാക്കുന്നില്ല. ഗജേന്ദ്രന്റെ കാലിൽ ഒരു മുതലയാണ് പിടികൂടിയത് എങ്കിൽ നമ്മൾ ഓരോരുത്തരെയും ഗ്രഹിക്കുന്നത്, നമ്മളെ ഓരോരുത്തരെയും പ്രാരബ്ധരൂപേണ ഗ്രഹിച്ചിട്ടുള്ള ആ ഗ്രാഹങ്ങൾ ഏതൊക്കെയാണ്, ഏതെല്ലാം തരത്തിലുള്ള മുതലകളുടെ പിടിയിലാണ് നാം എല്ലാം പെട്ടിരിക്കുന്നത്. എന്നാൽ അതിനെ തിരിച്ചറിയുവാൻ കഴിയാതെ മറ്റാനകളോടൊപ്പം ജലകേടികളിൽ മുഴുകിക്കഴിഞ്ഞ ഗജേന്ദ്രനെ പോലെ ഇതെല്ലാം ഹൃദ്യമാണ്, രസകരമാണ്, അങ്ങനെ അതിൽ മുഴുകിക്കൊണ്ട് നമ്മളെ കാത്തു നിൽക്കുന്ന, നമ്മളെ പിടികൂടാൻ കാത്തു നിൽക്കുന്നതായ ആപത്തുകളെ തിരിച്ചറിയാതെ ഭാഗവതത്തിൽ മറ്റൊരിടത്ത് ഇതിന് സമാനമായൊരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. പുലാങ്കുഴലിന്റെ മധുരമായിട്ടുള്ള ആ ശബ്ദം കേട്ട് അതിൽ ലയിച്ചു നിൽക്കുന്ന മാൻപേടയെ പോലെ അത് തന്റെ മുന്നിൽ തന്നെ ആക്രമിക്കുവാൻ, ചാടി വീഴുവാൻ കാത്തു നിൽക്കുന്ന ചെന്നായനെയോ തന്റെ പിന്നിൽ നിന്ന് തനിക്ക് നേരെ അസ്ത്രമയച്ച് തന്നെ കൊല്ലാൻ കാത്തു നിൽക്കുന്ന വേടനെയോ അത് കാണുന്നില്ല. അതപ്പോഴും ഇളം പുല്ലിന്റെ സ്വാദ് ആസ്വദിച്ചുകൊണ്ട് ദൂരെ നിന്നും കേൾക്കുന്ന പുല്ലാങ്കുഴലിന്റെ ആ സംഗീതത്തിൽ ലയിച്ചു നിൽക്കുന്ന ഒരു മാൻപേടയെ പോലെ. ഇത് മുൻപ് ഉദാഹരിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അതേപോലെ ഈ സംസാരത്തിൽ പലതും ഹൃദ്യമാണ്, രസാവഹമാണ് എന്ന് കരുതിക്കൊണ്ട് അതിൽ മുഴുകുകയും വരാൻ പോകുന്ന ആപത്തിനെ തിരിച്ചറിയാതെ എല്ലാം കഴിഞ്ഞുകൂടുന്ന നാം ഓരോരുത്തരും ഇതുപോലെ തന്നെയാണ്. ഇപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും അനുഭവത്തെ തന്നെയാണ് കഥാരൂപത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്രകാരം ഗജേന്ദ്രമോക്ഷം കഥയെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് എന്താണ് അതിന്റെ മഹത്വം? ഏമാം ത്വാം ച സ്മരശ്ചേദം ഗിരികന്ധരകാനനം വേത്രഗീജകവേണൂനാം കുൽമാനി സുരപാദപാൻ ശൃംഗാണീമാനി ധിഷ്ണ്യാനി ബ്രഹ്മണോ മേ ശിവസ്യ ച ക്ഷീരോദം മേ പ്രിയം ധാമ ശ്വേതദീപം ച ഭാസ്വരം ശ്രീവത്സം കൗസ്തുഭം മാലാം ഗദാം കൗമോദകിം മമ സുദർശനം പാഞ്ചജന്യം സുവർണം പദകേശ്വരം ശേഷം ച മത്കലാം സൂക്ഷ്മാം ശ്രിയം ദേവീം മദാശ്രയാം ബ്രഹ്മാണം നാരദമൃഷിം ഭവം പ്രഹ്ലാദമേവ ച മത്സ്യകൂർമ്മവരാഹാദ്യൈരവതാരൈഃ കൃതാനി മേ കർമാണ്യനന്തപുണ്യാനി സൂര്യം സോമം ഹുതാശനം. ഇവിടെ പറയുകയാണ്,
ശ്രേയസ്കാമന്മാരായിട്ടുള്ളവർ പ്രാതകാലത്തിൽ ഈ ഗജേന്ദ്രമോക്ഷം കഥയെ കീർത്തിക്കുന്നു. ഈ ഗജേന്ദ്രമോക്ഷം കഥയുടെ മഹത്വമെന്ത്, ഫലശ്രുതി എന്ത് ഭഗവാൻ തന്നെ ഗജേന്ദ്രനോട് പറഞ്ഞു. പ്രാതകാലത്തിൽ ഉദ്ധായ അപരരാത്രാന്തേ പ്രയതാസു സമാഹിത സ്മരന്തി മമ രൂപാണി മുച്യന്തേ ഹേനസോഹിലാൽ യമാം സ്തുവന്ത്യനേനാംഗ പ്രതിബുദ്ധ്യ നിശാത്യയേ തേഷാം പ്രാണാത്യയേ ചാഹം ദദാമി വിമലാം മതിം. പ്രാതകാലത്തിൽ ആരാണോ ഈ ഗജേന്ദ്രമോക്ഷം കഥ അനുസ്മരിക്കുന്നത്, ഒന്നുകിൽ ഗജേന്ദ്രന്റെ സ്തുതി, ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിച്ചതായ ആ സ്തോത്രം ജപിക്കുന്നവരാവാം, അല്ലെങ്കിൽ ഈ താമരപ്പൊയ്കയെ മനസ്സുകൊണ്ട് സ്മരിക്കുന്നവരാവാം, ത്രികൂടപർവ്വതത്തെയോ അല്ലെങ്കിൽ ഭഗവത് ആയുധങ്ങളായിട്ടുള്ള സുദർശനം, പാഞ്ചജന്യം, കൗമോദകിം, സുദർശനചക്രമോ പാഞ്ചജന്യം എന്ന ശംഖോ കൗമോദകി എന്ന ഗദയോ, ഈ ആയുധങ്ങൾ ഏതെങ്കിലും ഒന്ന് സ്മരണ ചെയ്യുകയോ ആദിശേഷനായിട്ടുള്ള അനന്തനെയോ മഹാലക്ഷ്മിയെയോ ശ്രീനാരദനെയോ ശ്രീപരമേശ്വരനെയോ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനെയോ ഇങ്ങനെ ഏതൊന്നിനെയെങ്കിലും സ്മരണ ചെയ്താൽ തന്നെ അവർ സർവപാപങ്ങളിൽ നിന്നും മുക്തരായിത്തീരും. ഗജേന്ദ്രൻ ഇവിടെ ഭഗവാനെ സ്തുതിച്ചതായ ഈ സ്തോത്രം കൊണ്ട് പ്രഭാതത്തിൽ യാതൊരുവനാണോ ഭഗവാനെ സ്തുതിക്കുന്നത് അവർക്ക് പ്രാണപ്രയാണ സമയം സദ്ബുദ്ധിയെ പ്രദാനം ചെയ്യും എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ആ കഥ, ആ ഗജേന്ദ്രമോക്ഷം കഥ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ വികൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീഹരയേ നമഃ.